നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ്, ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു വരുവാൻ സാധ്യതയുണ്ട്, മറ്റു ജ്യോതിഷപരമായുള്ള പ്രത്യേകതകളൊക്കെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്ന ഒരു അധ്യായമാണ്. നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്ന തീയതി, അതായത് 2024 ഡിസംബർ മാസം 6-ാം തീയതി മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് വൃശ്ചിക മാസം 21-ാം തീയതി വരും. അതുപോലെ തന്നെ ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാർഗ്ഗശീർഷ മാസം 15-ാം തീയതിയാണ്. സൂര്യോദയം രാവിലെ 6:26 അസ്തമയം വൈകുന്നേരം 5:59 തിഥി ഉദയാൽപരം തിഥി പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:06 വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഷഷ്ടി തിഥിയാണ് ആരംഭിക്കുക. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പഞ്ചമി തിഥി ഉള്ള സമയത്ത് ആ സമയത്ത് തന്നെ കഴിവതും ചെയ്യണം. അത് കഴിഞ്ഞും സമയമുണ്ട്. പക്ഷെങ്കിലും തിഥിയും അതുപോലെ തന്നെ അന്നത്തെ നക്ഷത്രവും ശുഭസമയവും ഒക്കെ നോക്കുമ്പോൾ 12:06 വരെ ഉള്ള സമയത്തിന് മുമ്പായിട്ട് നല്ല സമയമുണ്ട്. ആ സമയം നോക്കി ചെയ്താൽ വളരെ ഉപകാരപ്രദമാണ്. അതായത് ഇപ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്ത സമയം എന്ന് പറയുന്നത് 11:36 മുതൽ 12:24 വരെയാണ്. അപ്പോൾ അതിനകത്ത് 11:36 മുതൽ 11:55 വരെയുള്ള സമയമാണ് ശുഭകാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ 11:55 പിന്നെ 12:5 ഈ സമയമൊന്നും ശുഭകാര്യങ്ങൾ ചെയ്യാൻ എടുക്കരുത്. പറയുമ്പോൾ 11:36 മുതൽ 12:24 എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഒരു പകൽ മറ്റൊരു പകലിന് വഴിമാറി കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ചെയ്യരുത്. അതായത് ഇപ്പോൾ നമ്മളൊരു കൂട്ടിച്ചേരുന്ന അല്ലെങ്കിൽ കൂടിച്ചേരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് 11:36 മുതൽ 11:55 വരെയുള്ള സമയത്താണ് ചെയ്യേണ്ടത്. പക്ഷെ പറയുമ്പോൾ പറയുന്ന അഭിജിത്ത് മുഹൂർത്ത സമയം എന്ന് പറയുന്നത് 11:36 മുതൽ 12:24 വരെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 12:05 മുതൽ 12:24 വരെയുള്ള സമയത്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ ഈ പഞ്ചമി തിഥി 12:06 കൊണ്ട് അവസാനിക്കുകയാണല്ലോ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ 11:55 11:36 മുതൽ 11:55 ചെയ്യണം. ഇനിയും വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം 5:28 അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച വൈകുന്നേരം 5:20 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളാണ് തിരുവോണ നക്ഷത്ര ജാതകരെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തിരുവോണ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായൊരു ദിവസമായി വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് പറയാൻ പോവുകയാണ്. തിരുവോണ നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച വൈകുന്നേരം 5:28 മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം 5:20 വരെയുള്ള സമയം അത്തം, ചിത്തിര, അനിഴം, മൂലം, ഉത്രാടം, കാർത്തിക, മുക്കാൽ, രോഹിണി എന്നീ നാളുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം 5:28 തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്നത്. തിരുവോണ നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 5:20 അപ്പോൾ ഈ സമയദൈർഘ്യത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ തിരുവോണ നക്ഷത്രപ്രകാരം വന്നു ചേരുന്ന നാളുകാർ അത്തം, ചിത്തിര, അനിഴം, മൂലം, ഉത്രാടം, കാർത്തിക, മുക്കാൽ, രോഹിണി എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഇടയുള്ള നാളുകാർ പൂരം, പൂരാടം, തൃക്കേട്ട, വിശാഖം എന്നീ നാളുകാർക്കാണ്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് വന്നു ചേരാം. പ്രതികൂലമായ ഒരു ദിവസത്തിൽ നമ്മൾ ചിലപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഇതിന് മുമ്പുണ്ടായിട്ടില്ലാത്തതുപോലെ നമുക്ക് തടസ്സങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ വാഹനം നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകാൻ അനുവദിക്കാതെ മറ്റൊരു വാഹനം നമ്മളെ ഓവർടേക്ക് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ വയലൻ്റ് ആയിക്കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ പറയുന്ന വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് വലിയ ശത്രുത ഉണ്ടാകും, അടിപിടിയൊക്കെ അവസാനിക്കും. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതിനെക്കുറിച്ച് കിള്ളിക്കിഴിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവം? നിസ്സാര ഒരു കാര്യമാണ്. അയാൾ സൈഡ് തന്നില്ല, അല്ലെങ്കിൽ അയാൾ നേരെ മുമ്പിൽ കൊണ്ടുവച്ചു, എന്നെ കടത്തി വിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്ത് ചെറിയൊരു പ്രശ്നമാട്ടെ അത് ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളിയായി അല്ലെങ്കിൽ ഒരു വിഷയമായി മാറുവാൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ, പ്രതികൂലമായ ദിവസങ്ങൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ നാളുകാർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെങ്കിൽ വന്നു ചേർന്നെങ്കിൽ ദൈവാധീനം എന്ന് വിചാരിക്കാം. ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് മാറിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ തിരുവോണ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ള നാളുകാർ പൂരം, പൂരാടം, തൃക്കേട്ട, വിശാഖം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭ സമയം ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ
6 മണി 26 മിനിറ്റ് മുതൽ 7 മണി 56 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9 മണി 26 മിനിറ്റ് മുതൽ 10 മണി 56 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11 മണി 36 മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് 1 മണി 56 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 3 മണി 26 മിനിറ്റ് മുതൽ 5 മണി 26 മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ഈ അഭിജിത്ത് മുഹൂർത്ത സമയം, അതായത് പഞ്ചമി തിഥി തീരുകയായതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്ത സമയം വരെ വളരെ ഉത്തമമായ സമയമാണ്. 11 മണി 55 മിനിറ്റ് വരെ. 12 മണി 6 മിനിറ്റിന് പഞ്ചമി തിഥി അങ്ങ് തീരും. അപ്പോൾ തിഥിയും സമയങ്ങളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത് സമയം 11 മണി 56 മിനിറ്റ് വരെയാണ്. 11 മണി 55 മിനിറ്റ് വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം തിഥി വെച്ച് നോക്കുമ്പോൾ ഷഷ്ടി തിഥിയാണ് വരിക. അപ്പോൾ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുകൂലമായ സമയമാണ്. പക്ഷേ തിഥി പ്രകാരമുള്ള തിഥിയും കൂടെ യോജിച്ചുള്ളൊരു നല്ല സമയമല്ലെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 6 ആണ്. ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് വെള്ളിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി സംഖ്യാശാസ്ത്രം പറയുന്ന ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം കടുനീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച ദിവസം കൂടുതൽ ഉത്തമമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു. അപ്പോൾ പേരിൽ അക്ഷരങ്ങളില്ലെങ്കിൽ പോലും കടുനീല, പേരിൽ UVW എന്നീ അക്ഷരങ്ങളില്ലെങ്കിൽ പോലും കടുനീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യ ഫലങ്ങൾ വന്നു ചേരും. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങളുമായി ജീവിതം മുമ്പോട്ട് പോകുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും വെള്ളിയാഴ്ച ദിവസം തിരുവോണ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുകൂടി പറഞ്ഞ് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം. വെള്ളിയാഴ്ച ദിവസം രോഹിണി, അശ്വതി, തിരുവോണം, മകം, പുണർദം, വിശാഖം, അത്തം, മൂലം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ധനം കിട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. രോഹിണി, അത്തം, തിരുവോണം, മകം, പുണർദം, വിശാഖം, അത്തം, മൂലം എന്നീ നാളുകാർക്ക് ധനം വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. എല്ലാവരെയും മഹാദേവൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കുകയാണ്. മഹാദേവ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവനെ അനുഗ്രഹിക്കണം. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.